السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫിത്നകളുടെ കാലഘട്ടത്തിൽ മുസ്ലിമിൻ്റെ നിലപാട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ വിഷയം തുടങ്ങുന്നതിന് മുൻപ് എന്താണ് ഫിത്നകൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫിത്നകൾ എന്നാൽ മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയാറുള്ളത് കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ എന്നൊക്കെയാണ്. മനുഷ്യന്മാരെ ബാധിക്കുന്ന കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ, ഇവക്കൊക്കെയാണ് ഫിത്ന എന്ന് പറയുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഷിർക്കിനെ, അതുപോലെ തന്നെ കുഫ്റിനെ ഫിത്നകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിത്നയിൽ പെടുന്ന കാര്യമാണ് സത്യവും അസത്യവും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നാടുകളിൽ ളലാലത്ത്, വഴികേട് അധികരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ സംഘർഷവും കലഹങ്ങളും, നാടുകൾ തമ്മിൽ യുദ്ധങ്ങളും, അങ്ങനെ പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യത്തിനെയും ഫിത്നകൾ, അതല്ലെങ്കിൽ ഫിത്നകളുള്ള കാലഘട്ടം എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫിത്ന എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. വ്യക്തിപരമായി ഓരോ വ്യക്തികളെയും ആപേക്ഷികമായി ബാധിക്കുന്ന ഫിത്നകൾ ഉണ്ടാകാം. അവൻ്റെ സമ്പാദ്യത്തിൽ, അവൻ്റെ മക്കളിൽ, കുടുംബത്തിൽ, വീട്ടിൽ ഒക്കെ അവനെ ബാധിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ, അതിനെയും ഫിത്നകൾ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു ഫിത്നയാണ്, പരീക്ഷണമാണ്. ഇതൊക്കെ ഫിത്നകളാണ്, ഇതൊക്കെ ഫിത്നകളാണ്. അതുപോലെ തന്നെ ഫിത്നകളെ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഫിത്നത്തു ശുബ്ഹ, ഫിത്നത്തു ശഹ്വ. ഷഹ്വത്തിൻ്റെ, ദേഹേച്ഛകളുടെ ഫിത്ന, അഥവാ മനുഷ്യനെ തിന്മകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ. എവിടെ നോക്കിയാലും തിന്മകളിലേക്ക് മാടി വിളിക്കുന്ന സാഹചര്യങ്ങൾ, അതാണ് ഫിത്നത്തു ശഹ്വ, ദേഹേച്ഛകളുടെ ഫിത്നകൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫിത്നത്തു ശഹ്വ, ഫിത്നത്തു ശുബ്ഹയുണ്ട്, ആശയക്കുഴപ്പങ്ങളുടെ ഫിത്നകൾ. എന്താ? ദീനിൻ്റെ വിഷയങ്ങൾ, അതിലെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും, അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ ജനങ്ങളെ കുഫ്റിലേക്കും ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും എത്തിക്കുന്ന ഫിത്നകൾ. അതാണ് ഫിത്നത്തു അശ്ശുബ്ഹ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൊത്തത്തിൽ ഫിത്നകൾ എന്ന് പറയുമ്പോൾ
ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു ഫിത്ന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫിത്നയിൽ പെടുമെങ്കിൽ സമകാലീന ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഫിത്നകളെല്ലാം ഒരുമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ശരിയല്ലേ? ഈ പറഞ്ഞു വെച്ച എല്ലാ തരത്തിലുള്ള ഫിത്നകളും വർത്തമാന കാലഘട്ടങ്ങളിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ, കലഹങ്ങൾ, ദീനിൽ നിന്ന് വഴിതെറ്റിച്ചു കളയുന്ന ഫിത്നകൾ, ജനങ്ങളെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന അവൻ്റെ ദേഹേച്ഛകളുടെ ഫിത്നകൾ, പരീക്ഷണങ്ങൾ, കുഴപ്പങ്ങൾ, അതെല്ലാം നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം വളരെയധികം കാലിക പ്രസക്തിയുള്ള വിഷയം തന്നെയാണ്. ഫിത്നയുടെ കാലഘട്ടത്തിൽ ഫിത്നകൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം നിലയുറപ്പിക്കേണ്ടത്? ഒരു മുസ്ലിമിൻ്റെ നിലപാട് എന്തായിരിക്കണം? ഈ ഉമ്മത്തിനെ കാർന്നു തിന്നുന്ന കൂരാകൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ ഈ ഉമ്മത്തിനെ ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, കൂരാകൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ. കൂരാകൂരിരുട്ട് എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിൽ ആരെങ്കിലും അകപ്പെട്ടു കഴിഞ്ഞാൽ അവന് മുന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണാൻ സാധിക്കുകയില്ല. അവൻ്റെ മുന്നിൽ വലിയ ഗർത്തങ്ങളുണ്ടോ, കുഴിയുണ്ടോ, ആഴങ്ങളുണ്ടോ, വിഷജീവികളുണ്ടോ, അവനെ അപകടത്തിൽപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അവനറിയില്ല. അതാണ് കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ. എന്നാൽ ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ്, നീതി ഏതാണ്, അനീതി ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഫിത്നകൾ ഈ ഉമ്മത്തിനെ കാത്തിരിക്കുന്നുണ്ട്. ആ ഫിത്നയുടെ ആഴത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. ആ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ ഒരാൾ നേരം പുലരുമ്പോൾ അവൻ മുസ്ലിം ആയിരിക്കും, വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ കാഫിറായിട്ടുണ്ടാകും. ഇതായിരിക്കും ആ ഫിത്നയുടെ ആഴം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. 3 തവണ അവിടുന്ന് പറഞ്ഞു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ആ ഫിത്നകൾ ബാധിക്കാതെ തൻ്റെ ജീവിതത്തിൽ, വിശ്വാസത്തിൽ, കർമ്മങ്ങളിൽ ആ ഫിത്നകൾ ലവലേശം പോലും ബാധിക്കാതെ ആ ഫിത്നകളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യവാന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഫിത്നകൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടുന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഫിത്നകൾ ബാധിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഫിത്നകളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാൻ ഫിത്നകൾ നിറഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? അതാണ് നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം. ഒന്നാമതായി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിലവിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ സാധാരണക്കാരായ ആളുകൾ മൗനം അവലംബിക്കുകയും പണ്ഡിതന്മാർക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഫിത്നകൾ വരുമ്പോൾ അത് ഫിത്നയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക ദീനിൽ ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർക്കാണ്. എന്നാൽ ഫിത്നയെല്ലാം കഴിഞ്ഞ് ആ ഫിത്നയെല്ലാം ബാധിച്ച് അതിൽ ഇടകലർന്ന് ജീവിച്ച് മനസ്സ് മടുക്കുമ്പോൾ, ദീനെല്ലാം കൈയൊഴിയുമ്പോഴാണ് ഒരു സാധാരണക്കാരന് ഇത് ഫിത്നയായിരുന്നല്ലോ എന്ന് ബോധ്യപ്പെടുക.
അതുകൊണ്ട് ഫിത്നകൾ വരുമ്പോൾ പണ്ഡിതന്മാർക്ക് ചെവി കൊടുക്കുക. ഫിത്നകളിൽ ഇടകലർന്നു പോകാതിരിക്കാൻ, ഫിത്നകളിൽ അനാവശ്യമായി നാവ് ചലിപ്പിക്കാൻ ഒരു സാധാരണക്കാരൻ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു മുസ്ലിമിൻ്റെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ഒരു സവിശേഷതയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരുവൻ്റെ നല്ല ഇസ്ലാമിൽപ്പെട്ട കാര്യമാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ തലയിടാതിരിക്കുക എന്നുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. പണ്ഡിതന്മാർ അവർ സംസാരിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കുക. നമ്മുടേതായ അഭിപ്രായങ്ങളോ വിലയിരുത്തലുകളോ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ അത് പരിഗണിക്കപ്പെടുകയില്ല. മുതിർന്നവരായ പണ്ഡിതന്മാർ, ആഴത്തിൽ വിജ്ഞാനമുള്ള ഇരുത്തം വന്ന പണ്ഡിതന്മാർ, അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ, ബറകതു മഅ അകാബിരിക്കും, നിങ്ങളിലെ മുതിർന്നവരായ പണ്ഡിതന്മാർ അവരിലാണ് ബറക്കത്തുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അനാവശ്യങ്ങളായ തർക്കങ്ങളിൽ, കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതെ മാറി നിൽക്കുക എന്നുള്ളതാണ് ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും നമുക്ക് എപ്പോഴും ഗുണകരം. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ ഖദറിൽ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി നിലയുറപ്പിക്കുക. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ലവലേശം പോലും അതൃപ്തിയോ അസ്വസ്ഥതയോ പ്രകടിപ്പിക്കാതെ റബ്ബിൻ്റെ ഖദറിൽ പൂർണ്ണമായി കീഴ്വണങ്ങുക. കാരണം നാടുകളിൽ എന്തൊക്കെ കുഴപ്പമുണ്ടായാലും അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹു തീരുമാനിച്ചതാണ്. ആ തീരുമാനങ്ങൾക്ക് അള്ളാഹുവിന് വ്യക്തമായ യുക്തിയുണ്ടായിരിക്കും. അല്ല, ആ തീരുമാനങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ തിന്മയായി അവരെ ബാധിച്ചെങ്കിലും അതവർക്ക് ഒരു അനുഗ്രഹം കൂടിയായേക്കാം. മനുഷ്യന്മാർക്ക് ഇപ്പോൾ മനസ്സിലാകൂല, കുറച്ച് കഴിഞ്ഞാലായിരിക്കും അവർക്ക് മനസ്സിലാക്കുക അള്ളാഹു ഈ തന്ന കുഴപ്പങ്ങൾ അതൊരു അനുഗ്രഹമായിരുന്നല്ലോ എന്നവർക്ക് പിന്നീടാണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത്, ലക്കൽ ഹംദു അന്ന ബഅദൽ മുസീബാതി അൽ കറം. അല്ലാഹുവേ, നിനക്കാകുന്നു എല്ലാ സ്തുതിയുമുള്ളത്. നീ ഞങ്ങൾക്ക് നൽകുന്ന ചില പരീക്ഷണങ്ങൾ പോലും നിന്റെ അനുഗ്രഹമാണ് റബ്ബേ. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നമ്മൾ തൃപ്തിപ്പെടുക. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് അവന് കൃത്യമായ യുക്തിയുണ്ട്. അവൻ്റെ ആ തീരുമാനങ്ങൾ നമുക്ക് തിന്മയായി ഭവിച്ചാലും അത് അനുഗ്രഹമായിരിക്കും എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക. അള്ളാഹു ഈ ദുനിയാവിൽ നിശ്ചയിക്കുന്ന പരീക്ഷണങ്ങൾ, ഫിത്നകൾ, അതിൻ്റെ യുക്തി എന്താണ്? അതിൻ്റെ യുക്തിയായി പണ്ഡിതന്മാർ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തേത്, അത്തരം കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ അത് ബാധിക്കുന്ന ആളുകൾക്കുള്ള അവരുടെ ദറജകൾ ഉയർത്തുവാനുള്ള ഒരു കാരണമായിരിക്കും, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമായിരിക്കും. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ ഒരേ അവസ്ഥയിലായിരിക്കുകയില്ല, ഒരേ അവസ്ഥയിലായിരിക്കും. ഇപ്പം പ്രകൃതിയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രകൃതി എപ്പോഴും ഒരേ അവസ്ഥയിലാണോ? അല്ല, പ്രകൃതിയിൽ എന്തുണ്ട്? മഴയുണ്ട്, വെയിലുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്, പലതരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ ജീവിതവും. അത് ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ ആയിരിക്കുകയില്ല. ആദ്യം മുതൽ അവസാനം വരെ ഒരേ സുഖത്തിനായിരിക്കുകയില്ല മനുഷ്യന്മാരുടെ ജീവിതം. അതിൽ പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും, കുഴപ്പങ്ങളുണ്ടായിരിക്കും.
ആ പരീക്ഷണങ്ങൾ അള്ളാഹു എന്തിനാണ് നിശ്ചയിക്കുന്നത്? അത് ബാധിക്കുന്ന ആളുകളുടെ ദറജകൾ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ തിന്മകൾ പൊറുക്കപ്പെടുന്നതിനും വേണ്ടിയാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത്. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ മുഴുവൻ സുഖങ്ങൾ ആയിരിക്കണമെങ്കിൽ ആ സുഖങ്ങൾ ഏറ്റവും അർഹതപ്പെട്ടത് ആർക്കാണ്? അള്ളാഹുവിൻ്റെ നബിമാർക്കാണ്. ആ അള്ളാഹുവിൻ്റെ നബിമാരിൽ തന്നെ ഏറ്റവും അർഹതപ്പെട്ടത് ആ സുഖങ്ങൾ ലഭിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകണമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങൾ എടുത്തു നോക്കൂ. 40 വയസ്സ് വരെ അൽ അമീൻ എന്ന് നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണിലുണ്ണിയായി വളർത്തി. എല്ലാ തരത്തിലുള്ള ബഹുമാനങ്ങൾ, ആദരവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുത്തു. എന്നാൽ നുബുവത്ത് ലഭിച്ചപ്പോൾ, പ്രവാചകനായപ്പോൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ ആട്ടി. സാഹിറാണ്, മാരണക്കാരനാണ്, കെസ്സാബാണ്, കള്ളനാണ്, കള്ളപ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധിച്ചു. പട്ടിണിയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കു പറ്റി. ഒരുപാട് പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏറ്റുവാങ്ങി. പരീക്ഷണങ്ങളുണ്ടായി, കുഴപ്പങ്ങളുണ്ടായി. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടായി? ആ പരീക്ഷണങ്ങൾ ബാധിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ദറജകൾ അള്ളാഹു അത് മുഖേന ഉയർത്തി. അവരുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന മായ്ച്ചു കളഞ്ഞു. ഇത് അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. പരീക്ഷണങ്ങൾ നിശ്ചയിക്കുക എന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലത്തുൻ ലം യബ്ലുഗ്ഹാ ബിഅമലിഹി ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി ഔ ഫീ വലദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് എന്ത് ചെയ്യുന്നറിയോ? അവനുള്ള ഒരു സ്ഥാനം നേരത്തെ തന്നെ നിശ്ചയിക്കും. ഒരടിമക്ക് അള്ളാഹു മുൻകൂട്ടി തന്നെ അവനുള്ള ഉയർന്ന ഒരു സ്ഥാനം അള്ളാഹു നിശ്ചയിക്കും. പക്ഷെ ആ സ്ഥാനം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ബാഹ്യവും ആന്തരികവുമായ ഇബാദത്തുകൾ കൊണ്ട് ആ സ്ഥാനം അവന് എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ സ്ഥാനം അവന് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെയും അവനെ പരീക്ഷിക്കുകയും ആ പരീക്ഷണം കൊണ്ട് ആ സ്ഥാനം അവൻ എത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ എന്നുള്ളത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഈ നിലക്ക് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ കൊണ്ടുള്ള മറ്റൊരു ലക്ഷ്യം എന്താ? ആ പരീക്ഷണ കാലഘട്ടങ്ങളിൽ മുഅ്മിനീങ്ങളായ ആളുകൾ നിർവഹിക്കുന്ന ചില ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകൾ ആ സന്ദർഭത്തിലല്ലാതെ ആ ഇബാദത്തുകൾ യോജിക്കുകയില്ല. ആ സന്ദർഭത്തിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ അവരിൽ നിന്ന് എന്ത് ചെയ്യില്ല? ആത്മാർത്ഥമായി സംഭവിക്കുകയില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന തേട്ടം അത് എത്രത്തോളം ആത്മാർത്ഥമായിരിക്കും? ആ ആത്മാർത്ഥത ഒരു പ്രയാസമില്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടാകുമോ? ഇല്ല. അപ്പം മുഅ്മിനീങ്ങളിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ചില ഇബാദത്തുകളുണ്ട്. അതല്ലാത്ത ഘട്ടങ്ങളിൽ അവരിൽ നിന്നത് സംഭവിക്കുകയില്ല. അങ്ങനെയുള്ള ചില ഇബാദത്തുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മുഅ്മിനീങ്ങൾ മുനാഫിഖീങ്ങളിൽ നിന്ന്, കുഫാറുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും. അവർ മുനാഫിഖീങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെടും, അവർ ശുദ്ധീകരിക്കപ്പെടും, അവർ സംസ്കരിക്കപ്പെടും. അല്ലാഹു പറഞ്ഞില്ലേ, അഹസിബന്നാസു അയ്യുത്രകു അൻ യഖൂലു ആമന്ന
വഹും ലാ യുഫ്തനൂൻ. മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫിത്തനയും ബാധിക്കാതെ അവർ വെറുതെ വിടും എന്ന് മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അങ്ങനെ വിചാരിക്കേണ്ടതില്ല. മുൻപുള്ള ആളുകളെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് പരീക്ഷണം? ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ കള്ളന്മാരിൽ നിന്നും സത്യസന്ധരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കും. അങ്ങനെ അള്ളാഹുവിനത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഫിത്നകൾ നിശ്ചയിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള, മനുഷ്യന്മാർക്കിടയിലുള്ള ഒരു ശുദ്ധീകരണം, സംസ്കരണം, അതാണ് പരീക്ഷണങ്ങളിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഫിത്നകൾ അധികരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്തുകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്നാൽ തഹ്ഖീഖുത് തൗഹീദ്, തൗഹീദ് പാലിക്കുക എന്നുള്ളതാണ്. ഫിത്നകൾ അധികരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് തൗഹീദ് മുറുകെ പിടിക്കുക. എങ്ങനെയാണ് തൗഹീദ് മുറുകെ പിടിക്കുക? ഫിത്നകൾ അധികരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തൗഹീദ് പാലിക്കുക? അള്ളാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ നിയന്ത്രണം, അവൻ്റെ എല്ലാ തരത്തിലുമുള്ള ആധിപത്യം അത് മനസ്സിൽ ഉറപ്പിക്കുക, അത് മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക. അതാണ് തൗഹീദ് പാലിക്കേണ്ടതിൻ്റെ ഒരു രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ചകൾക്കും ദിവസങ്ങൾക്കും മണിക്കൂറുകൾക്കും ഇടയിൽ എത്ര വ്യത്യാസമാണ് ഈ ലോകത്ത് നടത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിമിഷങ്ങൾക്കകം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിൽ നിന്നും പ്രയാസത്തിലേക്ക് മനുഷ്യന്മാരെ മാറ്റി. നിമിഷങ്ങൾക്കകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സുഭിക്ഷമായ അവസ്ഥയിൽ നിന്ന് പട്ടിണിയിലേക്ക് മനുഷ്യന്മാരെ മാറ്റുന്നു. നിമിഷങ്ങൾക്കകം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വത്തിൽ നിന്ന് സുരക്ഷിതത്വമില്ലാത്ത ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യന്മാരെ അല്ലാഹു മാറ്റുന്നു. അല്ലാഹുവിൻ്റെ ഖുദ്റത്താണ്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ കയ്യിലാണ് എന്ന ബോധ്യം ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് എന്താണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഅന്നൽ ഉമൂറ ബിയദില്ലാഹ്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ കയ്യിലാണ്. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയും എല്ലാ കരുത്തും അല്ലാഹുവിൻ്റെ കയ്യിലാണ്. ഈ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് തൗഹീദ് ഫിത്നയുടെ കാലഘട്ടത്തിൽ പുലർത്തേണ്ടതിൻ്റെ ഒന്നാമത്തെ രീതി ഇതാണ്. രണ്ടാമത്തേത് അൽ ഈമാനു ബിൽ ഖദർ, അല്ലാഹുവിൻ്റെ ഖളാ ഖദറിലുള്ള വിശ്വാസമാണ്. ഇവിടെ എന്തൊക്കെ യുദ്ധങ്ങളുണ്ടായോ, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായോ, മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അവർ ആക്രമിക്കപ്പെടുന്നു, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ് അവൻ രേഖപ്പെടുത്തി, അവൻ നിർണയിച്ച കാര്യമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ മഖാദീറൽ ഖൽഖി ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ ബി50,000 സന. അല്ലാഹു അവൻ്റെ ഖദറുകൾ, അവൻ്റെ തീരുമാനങ്ങൾ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു രേഖപ്പെടുത്തി, അല്ലാഹു നിശ്ചയിച്ച കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും ആശ്വസിക്കാൻ അത് മതി, ആശ്വസിക്കാൻ അതുമാത്രം മതി. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അസ്വസ്ഥതപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ ഈമാനു ബിൽ ഖദ്രി നിഅമത്തും മിനല്ലാഹ്, ഒരു മുഅ്മിനായ വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഖളാ ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത്.
ഈ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? എന്തിലാണ് നമ്മൾ തൃപ്തിപ്പെടുക? എന്തുകൊണ്ടാണ് നമ്മൾ ആശ്വസിക്കുക? അതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേനും ഈ വിശ്വാസമില്ലാത്ത ആളുകൾ പോയി അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഒരു കഷ്ണം തുണിയിലോ, ഒരു തുള്ളി വിഷത്തിലോ, ഒരു കഷ്ണം കയറിലോ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് ഈ ഒരു അനുഗ്രഹം അവന് ആസ്വദിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അൽ ഈമാനു ബിൽ ഖദർ, അള്ളാഹു എല്ലാം തന്നെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതാണ് എന്ന ദൃഢമായ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നമ്മൾ അസ്വസ്ഥത പുലർത്തിയെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലം എന്തെയും നഷ്ടപ്പെടും. അങ്ങനെ മുസീബത്തിൻ്റെ മേൽ മുസീബത്ത് നമ്മളെ ബാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ആരാണോ തൃപ്തി പ്രകടിപ്പിക്കുന്നത് അവന് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്. ആ പരീക്ഷണത്തിൽ ആരാണോ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് അവന് അള്ളാഹുവിൻ്റെ അതൃപ്തിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം അത് കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ക്ഷമ അവലംബിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവും ഉണ്ടാകും. എന്നാൽ നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് മുസീബത്തുകൾ നമ്മളെ ബാധിക്കും. ഒന്ന്, നമുക്ക് വന്നു ഭവിച്ച മുസീബത്തും, പിന്നെ നമുക്ക് പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന മുസീബത്തും നമ്മളെ ബാധിക്കും. അതുകൊണ്ട് പ്രയാസങ്ങൾ, ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് മുസീബത്തുകളെ കൂടുതൽ ഏറ്റുവാങ്ങാതിരിക്കുക. ഉള്ള മുസീബത്തിൽ നമ്മൾ തൃപ്തി പ്രകടിപ്പിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാവുക. അള്ളാഹു തീരുമാനിച്ചത് അത് നമുക്ക് ലഭിക്കാതെ, വന്നുഭവിക്കാതെ എവിടെയും പോവുകയില്ല. അള്ളാഹു തീരുമാനിക്കാത്തത് ഒന്നും തന്നെ നമുക്ക് വന്നുഭവിക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശത്തിൽ എന്താണ്? വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഒരു സമൂഹം ഒന്നടങ്കം നിനക്കൊരു ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. وأن الأمة لو اجتمعت على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك. ഒരു സമൂഹം മുഴുവൻ നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി എല്ലാ സകല സന്നാഹങ്ങളുമായി നിനക്കെതിരിൽ അവർ പുറപ്പെട്ടാലും അള്ളാഹു നിനക്കെതിരിൽ അത് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. വമാ അസാബക ലം യകുൻ ലിയുഖ്തിയക. നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടു പോവുകയില്ല. അത് നിനക്ക് ബാധിക്കാനുള്ളത് തന്നെയായിരുന്നു. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിന്നെ വിട്ടുപോയ, നിനക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങൾ അത് നിന്നിൽ വന്നു ഭവിക്കാനുള്ളതായിരുന്നില്ല. അത് നിന്നിൽ നിന്ന് തെറ്റിപ്പോകേണ്ടത് തന്നെയായിരുന്നു. ഈ ഒരു ഉറച്ച വിശ്വാസം, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. അള്ളാഹുവിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അത് നിങ്ങളുടെ ശരീരത്തിലുള്ള മുസീബത്താണെങ്കിൽ പോലും, അവനവൻ്റെ ശരീരത്തിൽ ഓരോ ആളുകളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, രോഗമാകട്ടെ, അസ്വസ്ഥതകളാകട്ടെ, എന്താകട്ടെ, അതുമുതൽ ഈ ഭൂമിയിൽ വന്നു ഭവിക്കുന്ന എന്തൊക്കെ മുസീബത്താകട്ടെ, അതെല്ലാം നാം അനുഭവിക്കുന്നതിന് മുൻപ് തന്നെ അള്ളാഹു അത് നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറയണം ഇതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കുന്നതിനു വേണ്ടി. നിങ്ങൾക്ക് വന്നു ഭവിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അമിതമായി കൊണ്ട് നിങ്ങൾക്ക് ആഹ്ലാദമുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ് എന്ന വിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അതാണ് മറ്റൊരു തൗഹീദ് പാലിക്കേണ്ടതിൻ്റെ മറ്റൊരു രീതി. അതാണ് എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഏൽപ്പിക്കുക. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് എല്ലാം ഏൽപ്പിക്കുക, അവനിലേക്ക് ഓടിച്ചെല്ലുക. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. അവനിൽ നിന്നല്ലാതെ സഹായം പ്രതീക്ഷിക്കാൻ മറ്റൊരു അഭയസ്ഥാനവും അഭയകേന്ദ്രവും നമുക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിച്ചത് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഖാഫ ഷൈഅൻ ഹറബ മിൻഹു. ആരെങ്കിലും ഒരു കാര്യത്തിനെ ഭയപ്പെട്ടാൽ അവൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഭയന്നാൽ അതിൽ നിന്നാണ് നമ്മൾ ഓടി രക്ഷപ്പെടുക. എന്നാൽ വമൻ ഖാഫല്ലാഹ് ഹറബ ഇലൈ, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അവൻ അവനിലേക്കാണ് ഓടിച്ചെല്ലുക. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക, അള്ളാഹുവിൽ എല്ലാം നമ്മൾ ഏൽപ്പിക്കുക. എല്ലാ സബബുകളും എല്ലാ ഭൗതികമായ കാരണങ്ങളും സൗകര്യങ്ങളും എല്ലാം നിലക്കും. ഫിത്തനകൾ അത് അധികരിച്ചു കഴിഞ്ഞാൽ, കുഴപ്പങ്ങൾ അത് കൈവിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാ ഭൗതികമായ കാര്യങ്ങളും നിലച്ചു പോകുമെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ മാത്രമായിരിക്കും നമുക്ക് അവലംബമുണ്ടാവുക, വേറൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടായിരിക്കും നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പമുണ്ടായിരിക്കുക, ഞെരുക്കത്തിൽ നിന്ന് നമുക്ക് തുറവി ഉണ്ടായിരിക്കുക അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കും. പ്രശ്നങ്ങൾ അത് കടുത്തു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ വേറെ ഭൂമിയിൽ ഒരു കാര്യവും ഉണ്ടായിരിക്കുകയില്ല. ആകാശത്തെ കാര്യം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക, അവനിൽ ബരമേൽപ്പിക്കുക. അല്ലാഹു പറഞ്ഞില്ല, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ചില ആളുകൾ മുഅ്മിനീങ്ങളോട് പറയും, എല്ലാ ആളുകളും എല്ലാ സമൂഹങ്ങളും മുസ്ലിമീങ്ങൾക്കെതിരിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് അവർ ഭയപ്പെടുത്തും. എന്നാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ വർദ്ധിക്കും. അവർ പറയും, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ബരമേൽപ്പിക്കാൻ വനിഅമൽ വക്കീൽ, എത്ര നല്ലവനാണ് അല്ലാഹു എന്നതായിരിക്കും മുഅ്മിനീങ്ങളുടെ വാക്ക്. അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കയ്യിലാണ് നിയന്ത്രണമുള്ളത്, അവൻ്റെ കയ്യിലാണ് എല്ലാ ആധിപത്യവും ഉള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മടക്കുക. ഈ ഒരു വിശ്വാസം, ഈ ഒരു ബോധ്യം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു തുറവി തരിക. മനുഷ്യന്മാരുടെ മനസ്സിൽ അല്ലാഹു അല്ലാതെ ഇനി മറ്റൊന്നുമില്ല എന്ന വിശ്വാസമുണ്ടാകുമ്പോഴാണ് അല്ലാഹുവിൽ നിന്ന് സഹായം ലഭിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലേ, പലപ്പോഴും പ്രശ്നങ്ങൾ ഇതിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിൽ എത്തിയിട്ടായിരിക്കും അള്ളാഹുവിൽ നിന്നും തുറവി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയോട് ചോദിച്ചു, എന്താണ് അതിൻ്റെ കാര്യം? എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഏറ്റവും കടുത്തു നിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിൽ നിന്നുള്ള തുറവി എളുപ്പം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് ഈ കാര്യമാണ്.
പ്രയാസങ്ങൾ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യന്മാർക്ക് മനസ്സിലാകും റബ്ബല്ലാതെ ഇനി ഒന്നുമില്ല. എല്ലാ മാധ്യമങ്ങളും എല്ലാ കാരണങ്ങളും നിലച്ചിരിക്കുന്നു, റബ്ബല്ലാതെ ഇനി സഹായിക്കാൻ മറ്റൊന്നുമില്ല എന്ന ചിന്തയുണ്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായം ഉണ്ടാകുന്നത്. നമ്മൾ ഖുർആൻ എടുത്തു വായിച്ചു നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ അവർ പ്രയാസങ്ങൾ നേരിട്ടു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗമുണ്ടായി, കുടുംബക്കാരും എല്ലാവരും അദ്ദേഹത്തിന് ഉപേക്ഷിച്ചു. അള്ളാഹു മാത്രമേ ഇനി അദ്ദേഹത്തിനെ സഹായിക്കാൻ ഉള്ളൂ എന്ന ചിന്ത വന്നു. അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടി, അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹു എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീയല്ലാതെ മറ്റാരുമില്ല. ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, നാം അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അദ്ദേഹത്തിൻ്റെ പ്രയാസം നാം നീക്കിക്കൊടുത്തു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ പെട്ടുപോയി. എന്തെങ്കിലും മാർഗമുണ്ടോ? അല്ലാഹു അല്ലാതെ ഒരു മാർഗവുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു. അല്ലാഹു പറഞ്ഞു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ ഉദരത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ഇനി സഹായത്തിനായി ആരുമില്ല എന്ന ചിന്ത വന്നപ്പോൾ അവിടെ തുറവിയുണ്ടായി. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച് നാട്ടിലൊന്നാകെ മുനാഫിക്കുകൾ വ്യഭിചാരാരോപണം ഉന്നയിച്ചു. വളരെ കടുത്ത വിഷമമുണ്ടായി, കടുത്ത പ്രയാസമുണ്ടായി. എത്രത്തോളം എന്നാൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് പറഞ്ഞു, ആയിഷ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തോളൂ. ഇനി നീ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും മറുപടി കൊടുക്കണം. ഉമ്മ പറഞ്ഞു, ഞാൻ എന്താണ് മറുപടി കൊടുക്കുക? വാപ്പാനോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വാപ്പ, എന്തെങ്കിലും ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കൊടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കൊടുക്കുക? അപ്പോൾ നോക്ക്, ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന മനുഷ്യന്മാരിൽപ്പെട്ട രണ്ടാളുകൾ വാപ്പയും ഉമ്മയുമാണ്. അവരും കൈയൊഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടവും എൻ്റെ പ്രയാസവും ഞാൻ ബോധിപ്പിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്. പ്രതീക്ഷയെല്ലാം പോയി, കാര്യങ്ങൾ അല്ലാഹുവിൽ മാത്രം ഏൽപ്പിച്ചു. അല്ലാഹു മാത്രമേ ഇനി സഹായിക്കാനുണ്ടാവൂ എന്ന ബോധ്യം മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ തന്നെ ആ സന്ദർഭത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിൻ്റെ വഹി ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചന്ദ്രനേക്കാൾ തെളിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അബ്ശിരി യാ ആയിഷ, ആയിഷ സന്തോഷിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആയത്ത് പറഞ്ഞു കൊടുത്തു. നോക്കൂ, പ്രയാസങ്ങൾ അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ അല്ലാഹു അല്ലാതെ ഇവനൊരു സഹായവുമില്ല എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. ഇത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ഇബാദത്ത് അല്ലാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഫിത്നകൾ അവിടെയും ഇവിടെയുമായി പൊട്ടിപ്പിളർന്നിട്ടുണ്ട്, പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലരും വിചാരിക്കും നമ്മുടെ നാടുകളിലേക്കൊന്നും എത്തിയിട്ടില്ല, നമ്മളൊക്കെ സുരക്ഷിതരാണ്.
എന്ന് പലരും വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പല ഫലങ്ങളും നമ്മളും അനുഭവിക്കാൻ തുടങ്ങി. നമുക്ക് ഇതിൻ്റെ അപകടം മനസ്സിലേക്ക് വരാൻ തുടങ്ങി. നന്നായി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ ഖുറബ് ഫൽയുക്സിരി ദുആഅ ഫിർ റഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ ഖുറബ് ഫൽയുക്സിരി ദുആഅ ഫിർ റഖാ. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകണമെന്ന് ആരാണോ ഇഷ്ടപ്പെടുന്നത്, അവൻ്റെ നല്ല കാലഘട്ടത്തിൽ, അവൻ സുഖമായി ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ദുആ അധികരിപ്പിച്ചു കൊള്ളട്ടെ. നോക്കുമ്പോൾ നമുക്കിപ്പോൾ പ്രയാസമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ സുരക്ഷിതരാണ്, അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ അരികിലുണ്ട്, സുഭിക്ഷമായി ജീവിക്കുകയാണ്. എന്നാലും നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഫിത്നകളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, സ്ഥിരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. കാരണം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അള്ളാഹു നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് ബദർ യുദ്ധത്തിൽ വിജയം ലഭിക്കുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു 40 ആളുകളുള്ള ഒരു കച്ചവട സംഘത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ ആ 40 പേരുള്ള കച്ചവട സംഘം നഷ്ടപ്പെടുകയും ഖുറൈശികൾ ഒന്നാകെ വരികയും ചെയ്തു. ബദർ യുദ്ധത്തിൻ്റെ തലേന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അല്ലാത്ത ബാക്കി എല്ലാ ആളുകളും ഉറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ മുഴുവൻ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അവിടുത്തെ ദുആഇനെ വിശദീകരിച്ചുകൊണ്ട് സഹാബികൾ പറഞ്ഞതായി കാണാം, കൈകൾ മുകളിലേക്ക് ഉയർത്തി അവിടുത്തെ കക്ഷത്തിലെ വെളുപ്പ് കാണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തി. കഠിനമായ സന്ദർഭങ്ങളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ നന്നായി ഉയർത്താറുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടുത്തെ റിദാ, അവിടുത്തെ മേൽമുണ്ട്, അത് നിലത്ത് വീണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅഅതനി, അല്ലാഹുമ്മ ആതി മാ വഅഅതനി, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് നീ എനിക്ക് നടത്തി തരണമേ. അല്ലാഹുവേ, ഇവർ വിവസ്ത്രരാണ്, ഇവർക്ക് വസ്ത്രം നൽകണമേ. അല്ലാഹുവേ, ഇവർ വയറൊട്ടിവരാണ്, ഇവരെ നീ ഭക്ഷിപ്പിക്കണമേ. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ആ മേൽമുണ്ട് അവിടുത്തെ തോളിൽ പുതപ്പിച്ചുകൊണ്ട് പറഞ്ഞ, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് പ്രാർത്ഥിച്ചത് മതി, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം അത് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിജയമുണ്ട് എന്നറിഞ്ഞിട്ടും അവിടുന്ന് എത്രത്തോളമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത് എന്ന് നോക്കൂ. അപ്പോൾ എത്ര പ്രയാസമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും, എത്ര സുരക്ഷിതത്വത്തിലാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെങ്കിൽ സുരക്ഷിതത്വം, നിർഭയത്വം, ഭയം നഷ്ടപ്പെടുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യം ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം, ഇത് ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇബാദത്താണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. നിസ്കാരമാകട്ടെ, മറ്റുള്ള ഇബാദത്തുകളാകട്ടെ, അള്ളാഹുവിലേക്ക്
ഇബാദത്തുകൾ കൊണ്ട് ഫിത്തനയുടെ കാലഘട്ടത്തിൽ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലയ്യ. കുഴപ്പങ്ങൾ അധികരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരെങ്കിലും ഇബാദത്തുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഹിജറ ചെയ്തു പോകുന്നതിന് തുല്യമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹിജറ ചെയ്യാൻ പറ്റുമോ? അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ പ്രതിഫലം കരസ്ഥമാക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തുമാത്രമാണ്? ഫിത്തനകൾ, പലതരത്തിലുള്ള ഫിത്തനകൾ അത് അധികരിക്കുമ്പോൾ ഇബാദത്തുകളുമായി അള്ളാഹുലേക്ക് അടുക്കുക. കാരണം ഫിത്തനകൾ അധികരിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലായിരിക്കും. ഇപ്പം ജനങ്ങൾ അശ്രദ്ധയിലുള്ള കാലഘട്ടങ്ങളിൽ ഇബാദത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് കൂടുതൽ ശ്രദ്ധയുള്ള കാര്യമാണ്. ഇപ്പം ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ദാലിക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു എന്നാ പറഞ്ഞത്. ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചു. രാത്രി നിസ്കാരം സുന്നത്തായ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്. കാരണം എന്താ? ജനങ്ങൾ ശ്രദ്ധയിലാണ്. ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാ? ഫജ്ർ നിസ്കാരമാണ്. കാരണം എന്താ? ജനങ്ങൾ അശ്രദ്ധയിലാണ്. അപ്പം ജനങ്ങൾ അശ്രദ്ധയിൽ കഴിയുമ്പോൾ ഇബാദത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് കൂടുതൽ ശ്രേഷ്ഠമാണ്. ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ നിസ്കാരവും മറ്റ് ഇബാദത്തുകളും വർദ്ധിപ്പിക്കുക. ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക. ഇന്ന് നോക്കൂ, ഇന്ന് നമ്മുടെ കാലഘട്ടങ്ങളിൽ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ജനങ്ങൾ ഹറാമുകളിലും അനാവശ്യമായ ചർച്ചകളിലും അനാവശ്യമായ പലതിൻ്റെയും പിന്നിലാണ്. അവിടെ നിസ്കാരമില്ല, സുന്നത്തായ കാര്യങ്ങളിൽ ഒന്നുമില്ല. സംഗീതങ്ങളിലും ഹറാമുകളിലും മുഴുകി ഫിത്നയിൽ മുങ്ങിക്കൊളിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നമുക്ക് ആളുകളെ കാണാൻ സാധിക്കുന്നത്. ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിൽ അധികരിച്ച ഒരു ഫിത്നയിൽപ്പെട്ടതാണ് സംഗീതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ സംഗീതത്തിൻ്റെ ഫിത്ന വളരെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. തൗഹീദുള്ള 5 നേരം നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ഈ കടുത്ത ഹറാമായ കാര്യത്തിന് സമ്മതം മൂടുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന പാർട്ടി, നമ്മളെ ഗ്രൂപ്പ് അവരങ്ങനെ ചെയ്തുകൊണ്ടത് തെറ്റില്ല. അതിൻ്റെ കൂടെ സഹോദരങ്ങൾ, കൂടെ കൂടികളാകരുത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലാ തകൂനു ഇമ്മഅതൻ, കൂടെ കൂടികളാകരുത് നിങ്ങൾ. ഇൻ അഹ്സനന്നാസു അഹ്സനു വ ഇൻ അസാഉ ഫഅസാഉ. ജനങ്ങൾ നല്ലത് ചെയ്താൽ അവരെ കൂടെ ഉണ്ടാവും, ജനങ്ങൾ തിന്മകൾ ചെയ്താലോ അവരെ കൂടെ ഉണ്ടാവും. നമ്മുടെ ആളുകൾ അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, അവർ തെറ്റ് ചെയ്താൽ തെറ്റിൻ്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ കൂടെ കൂടികളാകേണ്ട ആളുകളെല്ലാം മുസ്ലിമീങ്ങൾ നിലവാരമുള്ള ആളുകളാകണം. അവർക്ക് നിലവാരവും അവരുടേതായ നിലപാടുകളും ഉണ്ടാകണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ യോജിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഹറാം ഹലാലാക്കിയാൽ ആ ദീനിൻ്റെ നിയമം മാറ്റിവെച്ച് അതിനെ സ്വീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ അവരെങ്ങനെ പോകുന്നത് അതുപോലെ പോകുക. ഫിത്നയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് നമുക്ക് പാടില്ല. കാരണം ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നമ്മൾ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിപിഴച്ചു പോകും. വൈൻ തുതി അക്സറ മൻ ഫിൽ അർളി യുളില്ലുക അൻ സബീലില്ലാ. ഭൂമിയിലുള്ള ധാരാളം ആളുകൾ എങ്ങനെ ചെയ്യുന്നത് എന്ന് നീ നോക്കി അവരെ പിൻപറ്റിയാൽ അവർ നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിച്ചു കളയും. വകസീറും മിൻഹും ഫാസിഖൂൻ. ജനങ്ങളിൽ ധാരാളം ആളുകളും തെമ്മാടികളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൂരിപക്ഷം നോക്കി അവരെന്ത് ചെയ്യുന്നു അതുപോലൊക്കെ ചെയ്യുക. നമുക്കിഷ്ടമുള്ള പാർട്ടിക്കാർ
നമുക്കിഷ്ടമുള്ള ഗ്രൂപ്പുകൾ അവരെന്തു ചെയ്താലും അതിനൊക്കെ സമ്മതമുള്ള അതിനോടൊപ്പം സഞ്ചരിക്കുക നമുക്ക് പാടില്ല. ഹറാമുകൾ എപ്പോഴും ഹറാമ് തന്നെയാണ്. ഹറാമുകൾ ആരെല്ലാം അത് ചെയ്താലും ഏതൊക്കെ സന്ദർഭത്തിൽ അത് അനുവദിച്ചാലും ഹറാമുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹറാമാണ്. ആര് ചെയ്താലും അത് ഹറാമാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അത് ചെയ്താൽ, ഏതെങ്കിലും പ്രത്യേക ആളുകൾ അത് ചെയ്താൽ അതിനോട് രമ്യതപ്പെടാൻ നമുക്ക് പാടില്ല. അത് നമ്മുടെ നിലപാടല്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഫിത്നയിൽ പെട്ടുപോകാതെ നമ്മൾ സ്വയം സംരക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഫിത്നയാണ് സ്ത്രീകളുടെ ഫിത്ന. മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലർ റിജാലി മിനൻ നിസാ. എനിക്ക് ശേഷം പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഫിത്നയേക്കാൾ അപകടകരമായ മറ്റൊരു ഫിത്നയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഏറ്റവും അപകടകരമായ ഫിത്നയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ. ആ ഫിത്നയിൽ പെട്ടുപോകാൻ നമുക്ക് പാടില്ല. ആ ഫിത്നയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത കൈക്കൊള്ളണം. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്നതിനെ, ഇടകലരുന്നതിനെ ആരൊക്കെ അംഗീകരിച്ചാലും ഏതൊക്കെ സന്ദർഭത്തിൽ അത് അനുവദിച്ചാലും അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യം തന്നെയാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്നത് തീയും വിറകും തമ്മിൽ ഇടകലരുന്നത് പോലെയാണ്. ഒരു അന്യ പുരുഷനും സ്ത്രീയും മൂന്നാമതായി പിശാച് ഒരുമിക്കാതെ അവർ ഒറ്റപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന്യ സ്ത്രീയും പുരുഷനും ഇടകലരുക, അവർ പരസ്പരം സ്പർശിക്കുക, ഹസ്തദാനം നൽകുക, ഇതൊന്നും പാടില്ല. ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. അത് ഇസ്ലാമിൻ്റെ പേര് വെച്ച് ആരൊക്കെ ചെയ്താലും ആരൊക്കെ അതിനെ അംഗീകരിച്ചാലും അത് ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദംറഅത്തിൻ ഖത്തു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈ ഒരു അന്യ സ്ത്രീയുടെ കൈയിനെയും സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ സ്ത്രീകൾക്ക് ഹസ്തദാനം കൊടുക്കുകയില്ല. സ്ത്രീകളും ഇത് ശ്രദ്ധിക്കണം. അന്യപുരുഷന്മാരെ സ്പർശിക്കുക, അവർക്ക് കൈനീട്ടി കൊടുക്കുക ഹസ്തദാനം ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ ഹറാമായ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സ്ത്രീകളും ഈ ഫിത്നയെ കരുതിയിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഫിത്നകളിൽപ്പെട്ടതാണ് സ്ത്രീകളുടെ ഫിത്ന. അപ്പം തങ്ങളാൽ മറ്റുള്ള പുരുഷന്മാർ ഫിത്നയിലാകുന്നത് സ്ത്രീകളും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് എന്താണ് പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല വഅഖിംന അസ്സലാ വആതീന അസ്സകാ വഅതിഅന അല്ലാഹ വറസൂല. ഫിത്നകൾ നിറയുന്ന ഈ കാലഘട്ടങ്ങളിൽ സഹോദരിമാരോട് ആത്മാർത്ഥമായി ഉപദേശിക്കാനുള്ള അള്ളാഹുവിൻ്റെ വാചകങ്ങളാണിത്. ഇത് ഏതെങ്കിലും പള്ളിത്തെ ഉസ്താദ് ഉണ്ടാക്കിയ ഉപദേശമല്ല, ഏതെങ്കിലും ജമാഅത്ത് കമ്മിറ്റിക്കാരുണ്ടാക്കിയ ഉപദേശമല്ല. സ്ത്രീകളെ സൃഷ്ടിച്ച, സ്ത്രീകൾക്ക് അവരുടേതായ പ്രകൃതവും അവരുടേതായ വികാരങ്ങളും വിചാരങ്ങളും നൽകിയ അവരുടെ റബ്ബ് അവരുടെ നന്മക്ക് വേണ്ടി പറഞ്ഞ ഉപദേശങ്ങൾ സ്ത്രീകളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് കൊടുത്ത ഉപദേശമാണ്. ആ കാലഘട്ടത്തിനേക്കാൾ എത്രയോ ഫിത്നകൾ അധികരിച്ച ഈ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സ്ത്രീകളെ അപമാനിക്കുവാൻ, അവരെ കാമ കഴുക കണ്ണുകളോടെ, ലൈംഗികമായ ചുവകളോടെ നോക്കുന്ന പുരുഷന്മാർ അധികരിച്ച കാലഘട്ടങ്ങളിൽ ഈ ഉപദേശങ്ങൾക്ക് എത്രമാത്രം വിലയുണ്ട്. സ്ത്രീകളെ, നിങ്ങൾ വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകൾ അധികരിക്കുമ്പോൾ പുരുഷന്മാരോട് വരെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൽസം ബൈതക, നീ നിന്റെ വീട്ടിൽ അടങ്ങിയൊതുങ്ങിയിരിക്കാൻ. ഇപ്പം സ്ത്രീകൾക്ക് ആ കൽപ്പന എത്രത്തോളം അവർ പാലിക്കണം, എത്രത്തോളം അവർ മാനിക്കണം. അത്യാവശ്യത്തിനല്ലാതെ
പുറത്തേക്കിറങ്ങുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ആവശ്യത്തിനും ആ കാര്യങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യവും അത്യാവശ്യവും മനസ്സിലാക്കി പുറത്തേക്കിറങ്ങുക എന്നുള്ളതല്ലാതെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ പാടില്ല. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ ആവശ്യവും അത്യാവശ്യവും എല്ലാം പരിഗണിച്ച് പുറത്തേക്കിറങ്ങുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇറങ്ങണം? വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, അജ്ഞാത കാലഘട്ടത്തിലെ ജാഹിലിയ്യത്തിലെ അണിഞ്ഞൊരുങ്ങൽ, അതുപോലെയുള്ള അണിഞ്ഞൊരുങ്ങൽ അവർ നടത്തുവാൻ പാടില്ല. ശരീരത്തിൻ്റെ വിടവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, ഔറത്തുകൾ ശരിയായി മറക്കാതെ, ഹിജാബ് സ്വീകരിക്കാതെ, സുഗന്ധം പൂശിക്കൊണ്ട് പുരുഷന്മാരെ ഫിത്നയിൽ അകപ്പെടുത്തുന്ന രൂപത്തിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്കിറങ്ങാൻ പാടില്ല. അള്ളാഹു വിലക്കിയ ഹറാമായ കാര്യമാണത്. മാത്രമല്ല, ഒരു നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ എനിക്കിങ്ങനെ പറ്റൂ, ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്, അതിൽ മാറ്റം വരുത്താൻ സാധിക്കുകയില്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കും പുറത്തിറങ്ങി നടക്കണം, എനിക്ക് എൻ്റേതായ രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്നല്ല പറയേണ്ടത്. അള്ളാഹുവും റസൂലും എന്താണോ കൽപ്പിച്ചത് അത് നീ അനുസരിക്കണം. അതിന് ബാധ്യസ്ഥയായിട്ടുള്ളവളാണ് നീ ഒരു മുസ്ലിമാണെങ്കിൽ, ഒരു മുഅ്മിനാണ് എങ്കിൽ. ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ പ്രത്യേകം ഈ കാലഘട്ടങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നതല്ലാതെ അള്ളാഹുവിൽ നിന്ന് അകലുന്ന, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ഇത്തരം നമ്മുടെ നാടുകളിൽ പ്രചരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ ഒരുവൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ അവന് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് ലഭിക്കും. ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, സുന്നത്തുകളും ഫർദുകളുമായി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണവും അള്ളാഹുവിൻ്റെ തൗഫീഖും ഒരുവന് ലഭിക്കും. ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ഫർളായ കാര്യങ്ങൾ നിർവഹിക്കൽ ഇബാദത്താണ്, സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കൽ ഇബാദത്താണ്. അതുപോലെ തന്നെ ഹറാമുകൾ ഉപേക്ഷിക്കൽ ഇബാദത്താണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു പറഞ്ഞു, ഫമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഒരടിമ അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. നിർബന്ധമായ കർമ്മങ്ങൾ അത് കൃത്യമായി നമ്മൾ പാലിക്കുക, കണിശമായി അത് നിർവഹിക്കുക. നിർബന്ധമായ കർമ്മങ്ങൾ കഴിഞ്ഞാൽ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. നിർബന്ധമായ കർമ്മങ്ങൾക്ക് ശേഷം ഐച്ഛികമായ സുന്നത്തായ കർമ്മങ്ങൾ അത് ഒരു അടിമ ചെയ്തുകൊണ്ടേയിരുന്നാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ കൈയും അവൻ്റെ കാലും അവൻ്റെ ചെവിയും കണ്ണുമെല്ലാം അള്ളാഹു ആകുമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? എല്ലാ തരത്തിലും അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ സഹായവും അവന് ലഭിക്കും. അവൻ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവൻ ഇഷ്ടമുള്ളതല്ലാതെ അവൻ കാണുകയില്ല, അവൻ ഇഷ്ടമുള്ളതല്ലാതെ അവൻ കേൾക്കുകയില്ല, ഇഷ്ടമുള്ളതല്ലാതെ അവൻ സ്പർശിക്കുകയോ അതിലേക്ക് അവൻ നടക്കുകയോ ചെയ്യുകയില്ല. അതാണ് അള്ളാഹുവിൽ നിന്ന് തൗഫീഖ് ലഭിക്കുമെന്ന് പറഞ്ഞാൽ. ഇബാദത്തുകൾ ഒരുവൻ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഈ നിലക്ക് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് ലഭിക്കും. അതുപോലെ തന്നെ ഫിത്നകൾ അധികരിച്ച കാലഘട്ടങ്ങളിൽ ധാരാളം ഇബാദത്തുകൾ അധികരിപ്പിക്കണമെന്ന് പറയുന്നതിനുള്ളൊരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, ഫിത്നകൾ അധികരിച്ചു കഴിഞ്ഞാൽ
കൊലപാതകങ്ങളും കലഹങ്ങളും കലാപങ്ങളും അധികരിക്കും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായാൽ അവന് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഒരാളുടെ ഇബാദത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അവൻ കൊല്ലപ്പെട്ടാൽ ആ ഇബാദത്തുകൾ അധികരിപ്പിച്ച നിലയിൽ നല്ല അന്ത്യത്തോടുകൂടി അവന് ദുനിയാവിൽ നിന്ന് വിട പറയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറയുന്നതിനുള്ള കാരണം. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, പാപമോചനം തേടുക. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇത് ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇബാദത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഒരു സമൂഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാലത്തോളം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. സ്വഹാബികൾ പറഞ്ഞു, മാ നസലൽ ബലാഉ ഇല്ലാ ബിദംബിൻ. പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിനെ ബാധിക്കാനുള്ള കാരണം തിന്മകളാണ് എങ്കിൽ വമാ റഫഅ ഇല്ലാ ബിതൗബത്തിൻ, ആ പരീക്ഷണങ്ങൾ അള്ളാഹു ഉയർത്തണമെങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് ഭവിക്കാതിരിക്കാൻ നമ്മളുടെ തിന്മകൾ കാരണം പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഉയർത്തുന്നതിന് വേണ്ടി ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമയമുണ്ടോ? അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹുസ്നുദ്ദന്നി ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത്. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ആളുകൾ ഗതി മാറുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് അവൻ ചീത്ത പറയാണ്, അള്ളാഹുവിന് റഹ്മത്തില്ല, അള്ളാഹു ക്രൂരനാണ് എന്നൊരു മുഅ്മിനിൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകൾ ജനങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും. ഫലസ്തീനിലും ഗസയിലുമെല്ലാം പിഞ്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് കണ്ടിട്ട് ആളുകൾ അള്ളാഹുവിനെ കുറ്റം പറയുകയാണ്, അള്ളാഹുവിനെ പഴിക്കുകയാണ്. അതൊരു മുഅ്മിന് പാടില്ലാത്ത കാര്യമാണ്. ആ പരീക്ഷണങ്ങൾ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാത്ത വിചാരം നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. നിരീശ്വരവാദികളായ ആളുകൾ, റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾ ഇതിനെ മുതലാക്കുന്നു. നിങ്ങളുടെ റബ്ബ് എവിടെ? പ്രയാസങ്ങളുണ്ടായി, നിങ്ങളുടെ റബ്ബിന് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ അതിൽ പകച്ചു പോവുകയാണ്. അവർക്ക് അള്ളാഹുവിനോട് അവരുടെ ഹൃദയങ്ങളിൽ മോശമായ വിചാരം വരികയാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അവിടുന്ന് മരണപ്പെടുന്നതിന് 5 ദിവസങ്ങൾക്ക് മുൻപ് അവിടുന്ന് പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല വിചാരം വെച്ചുകൊണ്ടല്ലാതെ നിങ്ങളിൽ നിന്ന് ഒരാളും മരണപ്പെടാൻ പാടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിനോട് അടുക്കുന്ന സന്ദർഭത്തിൽ തന്ന ഉപദേശങ്ങൾ അത് വളരെ വിലയേറിയ ഉപദേശങ്ങളാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ആ ഉപദേശങ്ങൾ നൽകുമ്പോൾ സ്വഹാബികൾ പ്രത്യേകം പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന വാക്കായിരുന്നു, അവസാന ഉപദേശമായിരുന്നു. അവിടുന്ന് മരിക്കുന്നതിന് ഇത്ര ദിവസം മുമ്പ് തന്ന ഉപദേശമാണ് എന്ന് സ്വഹാബികൾ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ആ ഉപദേശങ്ങൾക്ക് അത്രമേൽ വിലയുണ്ട്. അങ്ങനെ ഒരു ഉപദേശമാണിത്. അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാത്തത് വിചാരിക്കുവാൻ പാടില്ല. എത്രയൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാത്തത് നമ്മൾ ചിന്തിക്കുവാൻ പാടില്ല. ഭൂമിയുടെ ഒരു ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ഒരു ഭാഗത്ത് ചില കുഴപ്പങ്ങളുണ്ട് എങ്കിൽ ആ കുഴപ്പങ്ങളുടെ പേരിൽ അള്ളാഹുവിനെ പഴിക്കുകയും മറ്റു ഭൂമിയുടെ വിശാലമായ സ്ഥലങ്ങളിൽ ജനങ്ങൾ നിർഭയത്വത്തിലും സുഭിക്ഷതയിലും കഴിയുമ്പോൾ അവിടെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ സ്തുതിക്കാൻ, നന്ദി പറയാൻ നമ്മൾ മറന്നുപോവുകയും ചെയ്യുമ്പോൾ എത്ര വലിയ നന്ദികേടും എത്ര വലിയ പിഴവുമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്.
എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് റബ്ബിനെ കുറ്റം പറയാൻ, റബ്ബിനെക്കുറിച്ച് മോശം വിചാരിക്കാൻ നമുക്ക് പാടില്ല. നമ്മുടെ വിശ്വാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് അച്ചടക്കവും ഗാംഭീര്യവും ഉണ്ടായിരിക്കണം. എല്ലാ സംസാരിക്കുന്ന ആളുകളെയും സംസാരം കേട്ട് അസ്വസ്ഥരാകാൻ, എല്ലാ ആശയക്കുഴപ്പങ്ങളുടെ പിന്നാലെയും പോകാൻ, എല്ലാ വാർത്തകളുടെയും പിന്നാലെ പോകാൻ നമ്മൾ നിൽക്കുവാൻ പാടില്ല. നമ്മൾ ഗാംഭീര്യമുള്ളവരാവുക, അച്ചടക്കമുള്ള ആളുകളാകുക, നമ്മൾ മര്യാദകൾ പാലിക്കുക. അസ്വസ്ഥരായി എടുത്തുചാടി എന്തെങ്കിലും ചെയ്യാനോ പ്രവർത്തിക്കാനോ പറയാനോ വിശ്വസിക്കാനോ പാടില്ല. മുഅ്മിനീങ്ങൾ അവർ ശാന്തരാവുക. ശാന്തതയില്ലാത്ത, അച്ചടക്കമില്ലാത്ത പ്രവണതകൾ പ്രത്യേകിച്ച് ഇത്തരം കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ബസ്രയിലെ അമീറായിരുന്നു മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ബസ്രയിലെ മുസ്ലിമീങ്ങൾക്ക് അമീറില്ലാതെയായി. മുസ്ലിമീങ്ങളുടെ നാടിൻ്റെ തലസ്ഥാനമാകട്ടെ മദീനയിലാണ്, ഒരുപാട് ദൂരാണ്. അമീറില്ല, അമീർ മരണപ്പെട്ടു. പകരത്തിനൊരാൾ നിലവിൽ ആ കാര്യം ഏറ്റെടുത്തിട്ടില്ല. ഈ സന്ദർഭത്തിൽ ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഖുതുബ പറഞ്ഞു. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ, നിങ്ങൾ ശാന്തത ഉള്ള ആളുകളാകുക, അച്ചടക്കമുള്ള ഗാംഭീര്യമുള്ള ആളുകളായി മാറുക. നോക്കൂ, ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും യോജ്യമായ ഉപദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. കാരണം അവിടെ ഒരു അമീറില്ല, അവിടെ ഫിത്നകൾ അത് പുറപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ അവർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുവാൻ, അവർ അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറയാൻ, നിങ്ങൾ ശാന്തത പാലിക്കുക, നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന് അദ്ദേഹം അവർക്ക് ഉപദേശം നൽകിയതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങളെ നാടുകളിലെ ഭരണാധികാരികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ നന്മ പ്രതീക്ഷിക്കുക, അവരെക്കുറിച്ച് നല്ലതല്ലാത്തത് പ്രചരിപ്പിക്കുകയും അത് പറയാനും നമുക്ക് പാടില്ല. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ അവർക്ക് നല്ലതുണ്ടാകുന്നതിന് വേണ്ടി, മുസ്ലിമീങ്ങളുടെ നാടുകൾക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശമാണിത്, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇമാം അൽ ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ അഹ്ലുസുന്നയാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾക്കെതിരിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കുക, അവർ ബിദ്അത്തുകാരാണ്. ബിദ്അത്തുകാരുടെ പിഴച്ച ആളുകളുടെ അടയാളമാണ് മുസ്ലിമീങ്ങളുടെ നാടുകൾക്കെതിരിൽ മോശമായ കാര്യങ്ങൾ പറയുക, ഭരണാധികാരികൾക്കെതിരിൽ പ്രാർത്ഥിക്കുക, അവർക്കെതിരിൽ ഓരോ കാര്യങ്ങൾ പടച്ചുവിടുക എന്നുള്ളത് അത് ബിദ്അത്തുകാരുടെ ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങളുടെ ഉമറാക്കൾ, അമീറന്മാർ, ഭരണാധികാരികൾ, അതുപോലെ തന്നെ ഖാദിമാർ, ആ ഇസ്ലാമിൻ്റെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ സംരക്ഷിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യുക. അവർക്ക് തൗഫീഖിന് വേണ്ടി, അവരുടെ നന്മകൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ജനങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് വാർത്തകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാകും, പലതരത്തിലുള്ള കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ടാകും, മുസ്ലിമീങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന പല വാർത്തകളും ഉണ്ടാകും. അതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് പറഞ്ഞ കാര്യമല്ല. അത് സത്യമാണെങ്കിൽ കൂടി നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എങ്കിൽ ആ വാർത്ത സത്യമാണെങ്കിലും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. സത്യമല്ലാത്ത വാർത്തകളുടെ കാര്യം എന്തായിരിക്കും? സത്യമാണോ അസത്യമാണോ എന്ന് സംശയമുള്ള വാർത്തകളുടെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം.
മുസ്ലിമീങ്ങളെ പേടിപ്പിക്കുന്ന, അവർക്ക് ഭീതിയുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന വാർത്തകൾ അത് സത്യമാണെങ്കിലും പ്രചരിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അഹ്സാബ് യുദ്ധമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ 10,000-ൽ കൂടുതൽ മുശ്രിക്കീങ്ങൾ പല സംഘങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും വളഞ്ഞു. അപ്പോൾ ബനൂ ഖുറൈള എന്ന് പറയുന്ന ജൂതന്മാരിലെ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലായിരുന്നു. അപ്പോൾ അവർ കരാർ ലംഘിച്ചു എന്ന വാർത്ത വന്നു. അവരും ഈ പറഞ്ഞ ആക്രമിക്കാൻ വന്ന ആളുകളോടൊപ്പം കരാർ ലംഘിച്ച് ബനൂ ഖുറൈളക്കാർ ഇവരോടൊപ്പം ചേർന്നു എന്ന വാർത്ത വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെയും ബനൂ ഖുറൈളക്കാരിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അവരിലേക്ക് പോവുക. എന്നിട്ട് ആ വാർത്ത കളവാണ് എങ്കിൽ ജനങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ ഉറക്കെ വിളിച്ചു പ്രഖ്യാപിക്കുക. ഈ പ്രചരിച്ച വാർത്ത അത് കളവാണ് എന്ന് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. ഇനി ബനൂ ഖുറൈളക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും വഞ്ചിച്ച് ഈ പറഞ്ഞ കക്ഷികളോടൊപ്പം ചേർന്നു എന്നുള്ളത് സത്യമാണ് എങ്കിൽ ലംമിഹ വലാ തുസരിഹ, നിങ്ങൾ രണ്ടുപേരും വ്യക്തമായത് പറയരുത്, എനിക്ക് ആംഗ്യം കാണിച്ചാൽ മതി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊടുത്ത നിർദ്ദേശം നോക്കൂ. കാരണം നോക്കൂ, 10,000-ൽ കൂടുതൽ ആളുകളാണ് മുസ്ലിമീങ്ങളെ വളഞ്ഞിരിക്കുന്നത്. മുസ്ലിമീങ്ങളാകട്ടെ അന്ന് പോരാളികളായി 700-800 ആളുകൾ മാത്രമാണ് കൂടെ ഉള്ളത്. ഈ സന്ദർഭത്തിൽ 10,000-ൽ കൂടുതൽ ആളുകൾ മുസ്ലിമീങ്ങളെ വളഞ്ഞിട്ടുണ്ട്, ബനൂ ഖുറൈളക്കാർ ചതിച്ചിട്ടുമുണ്ട് എന്നറിഞ്ഞാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ആ വാർത്ത കളവാണ് എങ്കിൽ നിങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞോ, ശരിയാണ് എങ്കിൽ നിങ്ങൾ ആംഗ്യത്തിൽ എന്നോട് പറയുക, അത് നിങ്ങൾ വ്യക്തമായി പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശം നൽകിയതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുന്ന വാർത്തകൾ അത് സത്യമാണ് എങ്കിലും പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഖൈറായിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഫിത്നകൾ അത് അധികരിക്കുമ്പോൾ ഇത്തരം ദീനീ സദസ്സുകൾ അത് നമ്മൾ മുതലെടുക്കുക. ദീനീ സദസ്സുകൾ അതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് ദുനിയാവിലെ സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ദുനിയാവിലെ സ്വർഗത്തിലെ പൂന്തോട്ടങ്ങൾ നിങ്ങൾ കണ്ടാൽ അതിൽ കയറി നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുനിയാവിലെ സ്വർഗത്തിലെ പൂന്തോപ്പുകൾ എന്നാൽ ഇൽമിൻ്റെ സദസ്സുകളാണ്. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലപാടുകൾ ഇതാണ് എന്ന് വിവരിക്കുന്ന സദസ്സുകൾ അത് വളരെ വിലയേറിയ, പ്രത്യേകിച്ചും ഫിത്നയുടെ കാലഘട്ടത്തിൽ വളരെ വിലപിടിപ്പുള്ള കാര്യമാണ്. ഇത് ആകാശ ബന്ധിതമായ സദസ്സുകളാണ്. മലക്കുകളുടെ സന്നിഹിത അത് പ്രതീക്ഷിക്കപ്പെടാവുന്ന അള്ളാഹുവിൻ്റെ വാക്കുകൾ, റസൂലിൻ്റെ വാക്കുകൾ, വഹി ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സുകളാണിത്. പരമാവധി നമ്മൾ മുതലെടുക്കുക. നമ്മൾ വെറുതെ ഈ സദസ്സിലിരുന്നാൽ പോലും എത്ര ശ്രേഷ്ഠതകളാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ഈ സദസ്സ് തുടങ്ങിയത് മുതൽ എത്ര തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞു. ആ പേര് കേൾക്കുമ്പോഴെല്ലാം നമ്മൾ സ്വലാത്ത് പറഞ്ഞാൽ ഒരു സ്വലാത്തിന് 10 സ്വലാത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ സദസ്സ് പിരിയുമ്പോഴൊക്കെ ആ നിലക്ക് എത്ര ശ്രേഷ്ഠ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഈ സദസ്സിൽ ഒന്ന് വന്നിരുന്നാൽ ആ ഒരു നിലക്ക് തന്നെ എത്ര പ്രതിഫലം നമുക്ക് ലഭിക്കും. അതല്ലാത്ത നേട്ടങ്ങളും ശ്രേഷ്ഠതകളും ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇത്തരം സദസ്സുകൾ, പ്രത്യേകിച്ച് ഫിത്നകൾ അധികരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഈ സദസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ നിലപാടാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ അത് ഉപകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെയും നമ്മളെയും ഇസ്ലാമിൻ്റെ നാടുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്നകളിൽ നിന്നും
എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫിതനി മാ ദഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളുടെ നാടുകളെയും പ്രത്യേകിച്ച് ഇരു ഹറമുകൾ നിലകൊള്ളുന്ന മക്കയും മദീനയും അടങ്ങുന്ന നാടായ സൗദി അറേബ്യ പോലെയുള്ള നാടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും മറ്റ് മുസ്ലിമീങ്ങളുടെ നാടുകളെയും മുസ്ലിമീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.